നമസ്കാരം. വലിയ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നതായിട്ട് അല്ല ചാടുന്നതായിട്ടൊക്കെ സ്വപ്നം കാണാറുണ്ടോ നിങ്ങൾ? ഇത്തരത്തിലെ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ നമ്മുടെ മാനസികാവസ്ഥയുമായിട്ട് ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് പുതിയ പഠന റിപ്പോർട്ടുകൾ. അതായത് 2000 പേരെയാണ് പഠന വിധേയമാക്കിയത്. അവരിൽ 64% പേരും വലിയ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നതായിട്ട് സ്വപ്നം കണ്ടു. ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന പേടി സ്വപ്നവും ഇതാണ്. ഇത് വീണ്ടും വീണ്ടും കാണുന്നതായിട്ടും അവർ പറഞ്ഞു. മരിക്കുക, എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പരിക്ക് പറ്റുക തുടങ്ങിയ സ്വപ്നങ്ങൾ കണ്ടവരും ഉണ്ട്. വൈകാരികമായ സമ്മർദ്ദം, മോശം മാനസികാവസ്ഥ, മരുന്നുകളുടെ ഉപയോഗം, ഉറക്കക്കുറവ് എന്നിവ ഇത്തരം സ്വപ്നങ്ങൾ കാണുന്നതിന് പിന്നിലുള്ള കാരണമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ ഉറക്കത്തിലേക്ക് വീഴുന്ന സമയത്താണ് പലപ്പോഴും ഉയരത്തിൽ നിന്ന് വീഴുന്നതായിട്ട് സ്വപ്നം കാണുന്നത്. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഞെട്ടി ഉണരാറുമുണ്ട്. അരക്ഷിതാവസ്ഥ, ഉത്കണ്ഠ അല്ലെങ്കിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥ എന്നിവയും ഇത്തരത്തിൽ സ്വപ്നം കാണുന്നതിന് കാരണമായേക്കാം. കൂടാതെ ഈ സർവേയിൽ പങ്കെടുത്ത ഒരു 34% പേരും പല്ല് കൊഴിയുന്നതായിട്ടുള്ള പേടി സ്വപ്നം കണ്ടിട്ടുണ്ട്. സ്വന്തം പ്രതിച്ഛായയെക്കുറിച്ചിട്ടുള്ള സമ്മർദ്ദവും ഭയവും ഒക്കെയാണ് ഇതിന് കാരണമെന്നും പറയപ്പെടുന്നു. ഇത്തരത്തിൽ പേടി സ്വപ്നങ്ങളെ അകറ്റി നിർത്താനായിട്ട് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഉറങ്ങുന്നതിന് മുമ്പ് TV, മൊബൈൽ ഫോൺ തുടങ്ങിയവയുടെ ഉപയോഗം കുറയ്ക്കുക. ഫോണുകളും അതുപോലെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗവും ഈ ഡൂം സ്ക്രോളിംഗ് എന്ന അവസ്ഥയിലേക്ക് നയിച്ചേക്കാം. ഈ ഡൂം സ്ക്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള വലിയ വൈറലായിട്ടുള്ള നെഗറ്റീവ് വാർത്തകൾ വായിക്കാൻ അമിതമായി ചെലവഴിക്കുക എന്നാണ്. ഇതും മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും പേടി സ്വപ്നങ്ങൾ കാണാൻ ഇടയാക്കുകയും ചെയ്യുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് മെഡിറ്റേഷൻ, പ്രാണായാമം പോലെയുള്ള ശ്വസന വ്യായാമങ്ങൾ ചെയ്യാം. കൂടാതെ ഇതിനൊപ്പം മനസ്സിനെ ശാന്തമാക്കുന്ന കാര്യങ്ങൾ, അതായത് ചെറിയ ശബ്ദത്തിൽ പാട്ട് കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യാം. പേടി സ്വപ്നം മൂലമുള്ള മാനസികാഘാതം കുറയ്ക്കുന്നതിന് ലളിതവും എന്നാൽ ഏറ്റവും ഫലപ്രദവുമായ ഒരു ശ്വസന വ്യായാമ രീതിയാണ് 4-7-8 എന്ന രീതി. അതായത് ശരീരത്തെ ശാന്തമാക്കുന്നതിന് പാരാസിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയെ സജീവമായി നിലനിർത്തേണ്ടതുണ്ട്. ഇതിനായിട്ട് 4 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് 7 സെക്കൻഡ് സമയം ശ്വാസം പിടിച്ചു വയ്ക്കുകയും 8 സെക്കൻഡ് കൊണ്ട് ശ്വാസം പതിയെ പുറത്തേക്ക് വിടുന്നതുമാണ് ഈ സംവിധാനം. പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ നിരന്തരം കാണുന്നവർ ഈ രീതി ഒന്ന് ശ്രമിച്ചു നോക്കുന്നത് നല്ലതാണ്.